ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ആണ് കേട്ടോ. യൂണിറ്റ് 4 നമുക്ക് തുടങ്ങാം. എക്സാമൊക്കെ ആവാനായില്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ്സൊക്കെ ഒന്ന് തുടങ്ങാം കേട്ടോ. ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് ഇതിൽ പറയുന്നത്. ആ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത് കേട്ടോ. അപ്പോൾ ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട് എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് എന്ന് ജെയിംസ് ബിയർഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട് അല്ലേ, എല്ലാവർക്കും ഫുഡ് വേണം. ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരാൾക്ക് പോലും എന്താണ് ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പിക്ചർ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. പിക്ചറിൽ വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? ഈ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷീ ഈസ് ഈറ്റിംഗ് ദ ഫുഡ് അല്ലേ, ഷീ ഈസ് ഈറ്റിംഗ് ദ ഫുഡ്. വാട്ട് വിൽ യു ഡു ഇഫ് സം വൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറി നോക്കാം. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കേട്ടോ. ദ സ്റ്റോൺ സൂപ്പ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ പേര്. ഒരു സ്പെഷ്യൽ സൂപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ദ ജേണി എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഓക്കെ, ദ ജേണി. ജേണി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാവരും ജേണി പോയിട്ടുണ്ടോ? ജേണി എന്ന് പറഞ്ഞാൽ ഒരു യാത്ര. ഓക്കെ, ഒരു യാത്രയ്ക്ക് പറയുന്നതാണ് ജേണി എന്ന് കേട്ടോ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയില്ലേ? ഹോട്ട് കോഫി എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടുള്ള അല്ലേ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. അപ്പം ഒരു യങ് ട്രാവലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ അറിയില്ലേ, ഇയാളൊരു യാത്ര പോകുന്ന ഒരു യങ് ട്രാവലറാണ്, ഒരു യാത്രികൻ. ഓക്കെ, എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അപ്പോൾ ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ യാത്രയൊക്കെ ചെയ്തിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര തളർച്ച ഉണ്ടായിരുന്നു. ദ സ്ട്രീറ്റ്സ് വെയർ എംപ്റ്റി. സ്ട്രീറ്റ്സ് വെയർ എംപ്റ്റി എന്ന് പറഞ്ഞാൽ അത്ര അധികം എന്താ പറയുക, തുറന്നിട്ടുള്ള ഒരു സ്ട്രീറ്റ്സ് ഒന്നും അല്ല അവിടെ ഉള്ളത്. ഓക്കെ, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങളും കാര്യങ്ങളും അല്ല, തെരുവ് എന്നൊക്കെ പറയും സ്ട്രീറ്റിന്. വാസ് വെർ എംപ്റ്റി. ആ ഒരു സ്ട്രീറ്റിലൊന്നും ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. അവിടെയുള്ള എല്ലാ വിൻഡോസും അതുപോലെ ഡോറും ഒക്കെ ലോക്ക്ഡ് ആയിരുന്നു. ഒരു കടകൾ പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. അതായത് അവിടെയുള്ള വീടുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടുകളിലെ ജനലും വാതിലും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വില്ലേജ് ഒരു അൺഫ്രണ്ട്ലി പ്ലേസ് ആയിട്ടാണ് തോന്നിയത്. അൺഫ്രണ്ട്ലി പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. വെൽക്കമിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചില വില്ലേജിലേക്ക് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോയാൽ അറിയാം, അവിടെ എല്ലാവരും നല്ല തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല ചിരിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ കണ്ട വിഷ് ചെയ്യുന്ന ഒക്കെ ഒരു ടൈപ്പുള്ള ആളുകളായിരിക്കും. ചില വില്ലേജ് അവിടുത്തെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ അൺഫ്രണ്ട്ലി പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. ദ ഹോപ്പ്. ഓക്കെ, ദ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ. At last he came to a small cottage. ഒരു ചെറിയ കോട്ടേജിലെത്തി, ഒരു ചെറിയ വീട്ടിലെത്തി. He knocked at the door. Knock. Okay, knock എന്ന് പറഞ്ഞാൽ ആ ഡോറിൻ്റെ മുകളിൽ ഒന്ന് തട്ടി. An old woman peeked out and opened the door. ഓൾഡ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് വുമൺ എന്ന് പറഞ്ഞാൽ നല്ല വയസ്സായിട്ടുള്ള ഒരു വുമൺ എന്ത് ചെയ്തു? പീക്ഡ് ഔട്ട് അതായത് ഒന്നിങ്ങനെ പുറത്തേക്ക് നോക്കി. ഓക്കെ, പുറത്തേക്ക് തലയിട്ട് നോക്കുക. ആൻഡ് ഓപ്പൺ ദ ഡോർ. ഒന്ന് തലയിട്ടതിന് ശേഷം അവർ ഡോറ് ഓപ്പൺ ചെയ്തു. ഹു ആർ യു? ഷീ ആസ്ക്ഡ്. ഹു ആർ യു? ഐ എം എ ട്രാവലർ ആൻഡ് ഐ എം വെരി ഹംഗ്രി, ഹി സെഡ്.
ഐ എം എ ട്രാവലർ. അപ്പോൾ ഈ യങ് ട്രാവലർ എന്ന് പറഞ്ഞു, ഐ എം എ ട്രാവലർ, ഞാനൊരു ഒരു യാത്രക്കാരനാണ്. ഐ എം വെരി ഹംഗ്രി, എനിക്ക് വളരെ വിശക്കുന്നുണ്ട്. ഹി സെഡ്, കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്, നിങ്ങളെനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്. ഓ വി ആർ ഓൾ വെരി പുവർ, ദ വുമൻ സെഡ്. അപ്പോൾ ആ വുമൺ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ വളരെ പുവറായിട്ടുള്ള ആൾക്കാരാണ്, അതായത് ദരിദ്രരാണ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽഫ്, ഞങ്ങൾക്ക് ഇവിടെ അത്ര അധികം ഞങ്ങൾക്കുള്ള ഫുഡൊന്നും ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഇവിടെ ഫുഡില്ല എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ഷീ ക്ലോസ് ദ ഡോർ. ഷീ ക്ലോസ്ഡ് ദാറ്റ് ഡോർ, ആ ഡോറ് ക്ലോസ് ചെയ്തു. അടുത്തത് നോക്കാം, ദ സൂപ്പ് സ്റ്റോൺ. അടുത്ത ടോപ്പിക്കാണ് കേട്ടോ, ദ സൂപ്പ് സ്റ്റോൺ. The traveler picked up a round stone from his bag and knocked again. അപ്പോൾ ആ ട്രാവലർ എന്ത് ചെയ്തു? ഒരു റൗണ്ട് സ്റ്റോണ് അയാളുടെ ബാഗിൽ നിന്ന് എടുത്തു. ഫ്രം ഹിസ് സ്റ്റോൺ ആൻഡ് നോക്ക്ഡ് അഗെയിൻ, വീണ്ടും വാതിലിൽ തട്ടി. ദി ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. വാട്ട് നൗ? ആ ഓൾഡ് വുമൺ ആ ഡോറ് ഓപ്പൺ ചെയ്തു. ഇനി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് ഒരു ഓൾഡ് വുമണിന് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി, വല്ലാതെ ദേഷ്യം വന്നു. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ഞാൻ സ്റ്റോൺ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ദി ട്രാവലർ അനൗൺസ്ഡ്. ഇറ്റ്സ് ഡെലീഷ്യസ്. അത് വളരെ ഡെലീഷ്യസ് ആണെന്നാണ് പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. സ്റ്റോൺ സൂപ്പ്? ദി വുമൺ ഗിഗിൾഡ്. How can you make soup from a stone? How can you make soup from a stone? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണിൽ നിന്നും സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഓ യെസ് ഐ ക്യാൻ. എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. ഐ ക്യാൻ, എനിക്ക് കഴിയും, ട്രാവലർ സെഡ്. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്, വളരെ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്തു? ആ വുമൺ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു. അടുത്ത നോക്കാം, ദ ഡെലീഷ്യസ് ഡിഷ്. അടുത്ത ടോപ്പിക് കേട്ടോ. അപ്പോൾ എന്താണ് ഡെലീഷ്യസ് ഡിഷ് നമുക്ക് നോക്കിയാലോ. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദി ഫയർ. അപ്പോൾ സെഡ് ദ യങ് ട്രാവലർ. അതായത് യങ് ട്രാവലർ ഈ ഒരു വുമണിനോട് പറഞ്ഞു, ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, ഈ ഒരു പോട്ടിൽ വെള്ളം വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് ഫയറിൽ വെക്കാൻ പറഞ്ഞു. പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ. ദി ഓൾഡ് വുമൺ ഡിഡ് സോ. ദി ഓൾഡ് വുമൺ ഡിഡ് സോ. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. അതേപോലെ, അതായത് ആ പോട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തീ കത്തിച്ച് അതിൽ ആ ഒരു വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. വാട്ടർ ബിഗാൻ ടു ബബിൾ എന്നാണ് പറയുന്നത്. ബിഗാൻ ടു ബബിൾ. The traveler washed the big round stone and put it into the pot. ആ ഒരു ട്രാവലർ എന്ത് ചെയ്തു? ഒരു വലിയൊരു സ്റ്റോൺ, ബിഗ് റൗണ്ട് സ്റ്റോൺ എടുത്തിട്ട് അത് ആ ഒരു പോട്ടിലേക്ക് ഇട്ട് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്, ആ ഒരു പോട്ടിലേക്ക് എടുത്തിട്ടു. ഹി സ്റ്റിർഡ് ദ പോട്ട് സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അത് വീണ്ടും ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. As he stirred, he hummed a little tune. ആ ഒരു ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു ട്യൂണ് പാടാൻ, അതായത് ചെറിയൊരു മ്യൂസിക് പോലെ പാടാൻ തുടങ്ങി. Then he tasted it and said, it's almost ready, but a pinch of salt and pinch of butter would make it better. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. എന്ത് ചെയ്യണം ഇനി? കുറച്ച് സോൾട്ടും വേണം, കുറച്ച് ബട്ടറും വേണം അത് റെഡി ആവാനായിട്ട്. The old woman had some salt and butter and so she added them to the pot. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് സോൾട്ടും ബട്ടറൊക്കെ വുമൺ കൊടുത്തു. അവരുടെ അടുത്ത് കുറച്ച് സോൾട്ടും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോട്ടിലേക്ക് ആഡ് ചെയ്തു. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ. ഓ നോ നോട്ട് യെറ്റ്. ഈ സൂപ്പ് റെഡി ആയോ എന്ന് ഇവർ ചോദിക്കുകയാണ് കേട്ടോ. ഓൾഡ് വുമൺ ചോദിക്കുകയാണ് ഈ ട്രാവലറിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ ട്രാവലർ പറയുന്നത്? ഓ നോ നോട്ട് യെറ്റ്, ഇതുവരെ ആയിട്ടില്ല.
It is delicious and fulfilling. It is as tasty as you could ever imagine. But an onion or two would make it tastier. ഇത് വളരെ ഡെലീഷ്യസ് ആണ്, അതുപോലെ തന്നെ ഫുൾഫില്ലിംഗ് ആണ്. നമുക്ക് കഴിച്ചാൽ വയറ് നിറയും. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ, ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിയാണിത്. ബട്ട് ആൻ ഒനിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ഈസിയർ. ഒരു 1-2 ഒനിയൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടി ടേസ്റ്റി ആയേനെ എന്ന് പറഞ്ഞു. The old woman sliced some onions and added them into the pot with a soup stone. ഓക്കെ, അതായത് വുമൺ എന്ത് ചെയ്തു, 2 ഒനിയൻസ് എടുത്തിട്ട് അത് സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു പോട്ടിലേക്ക് ഇട്ടു. ദി അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് അറ്റൻഷൻ ഓഫ് എ നൈബർ. അപ്പം ആ ഒരു വിൻഡോയിലൂടെ അതിൻ്റെ ആ ഒരു ഒനിയനൊക്കെ തിളയ്ക്കുന്ന ആ ഒരു സ്മെല്ലും ആ ഒരു സ്റ്റോൺ സൂപ്പിൻ്റെ സ്മെല്ല് പുറത്തേക്ക് ഒരു നൈബറിൻ്റെ അടുത്തേക്ക് എത്തി. വാട്ട് ആർ യു കുക്കിംഗ്? നിങ്ങൾ എന്താണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹി ആസ്ഡ്. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. അപ്പോൾ ട്രാവലർ എന്താണ് പറഞ്ഞത്? സ്റ്റോൺ സൂപ്പ്. അപ്പോൾ സ്റ്റോൺ സൂപ്പ്, ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്, സെഡ് ദ വില്ലേജർ. ആ ഒരു വില്ലേജർ പറഞ്ഞു, സ്റ്റോൺ സൂപ്പോ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. യെസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ദ ട്രാവലർ സെഡ്. അതെ, ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നൈബർ റിപ്ലൈഡ്. ഹി റാൻ ഹോം ആൻഡ് ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അതെ, എൻ്റെ കയ്യിൽ കുറച്ച് ടേണിപ്പും അതുപോലെ തന്നെ ബീൻസും ഉണ്ട്, ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി അതെടുത്ത് പോട്ടിലേക്ക് ഇട്ടു. ദ ക്യൂരിയോസിറ്റി. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ്, സ്റ്റോൺ സൂപ്പ്. അപ്പം ഇത് എല്ലാ വില്ലേജിലത്തെ എല്ലാ ആളുകളിലേക്കും എത്തി. അവർ സ്റ്റോൺ സൂപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. One by one they followed the delicious aroma. Is that soup ready? അപ്പോൾ എല്ലാവരും വന്ന് ഒരുപാട് പേര് ഈ ഒരു സൂപ്പിൻ്റെ സ്മെല്ല് കേട്ട് എത്താൻ തുടങ്ങി. സൂപ്പ് റെഡി ആയോ എന്ന് വില്ലേജേഴ്സ് ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ദിസ് സൂപ്പ് ഈസ് ഗുഡ്, ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. അപ്പോൾ അടുത്ത ആൾ വന്നപ്പോൾ എന്താ പറഞ്ഞു, കുറച്ച് ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടി ടേസ്റ്റി ആയേനെ എന്ന് പറഞ്ഞു. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, സെഡ് എ യങ് ലേഡി. ഒരു യങ് ലേഡി എന്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് പോയിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് വരാം. ഷി പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ് ഫ്രം ഹർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. എന്ത് ചെയ്തു, ഗാർഡനിലേക്ക് പോയിട്ട് ക്യാരറ്റ്സ് ഒക്കെ പറിച്ച് ഓൾഡ് വുമൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് അത് ദെൻ ഷി ചോപ്ഡ് ആൻഡ് ആഡഡ് ദെം ടു ദ സൂപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, അവൾ അത് ആ ഒരു ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തിട്ട് സൂപ്പിലേക്ക് ആഡ് ചെയ്തു. ദ ട്രാവലർ സ്റ്റിർ ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ട്രാവലർ എന്ത് ചെയ്തു, വീണ്ടും അതിങ്ങനെ ഇളക്കാൻ തുടങ്ങി, റൗണ്ടിൽ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അത് വീണ്ടും സ്റ്റിർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ, ഒരു ട്യൂൺ ഇങ്ങനെ പാടാൻ തുടങ്ങി. ദി ഹാപ്പിനെസ്, അടുത്ത ടോപ്പിക്കാണ് കേട്ടോ. ദ ഹാപ്പിനെസ്. ഈസ് ദ സൂപ്പ് റെഡി? അനദർ വില്ലേജർ ആസ്റ്റ്. ഓക്കെ, ആസ്റ്റ് അനദർ വില്ലേജർ. വീണ്ടും അടുത്ത വില്ലേജർ വന്നിട്ട് ചോദിച്ചു, സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ്, ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൺ ബെറ്റർ. അപ്പോൾ എന്ത് പറഞ്ഞു, ഇത് കുറച്ച് ചിക്കന് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയർ ആയേനെ എന്ന് പറഞ്ഞു. ഹിയറിങ് ദിസ് an old farmer went to his house and brought a chicken. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഓൾഡ് ഫാർമർ എന്ത് ചെയ്തു, ഒരു ചിക്കൻ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, onion, soup stone. അപ്പോൾ ക്യാരറ്റിൻ്റെയും ഒനിയൻ്റെയും ടേർണിപ്പിൻ്റെ ഒക്കെ കൂടെ കുറച്ച് ചിക്കന് കൂടി അവർ ഇട്ടു, ക്ലീൻ ചെയ്ത് ഇട്ടു. Finally, the young traveler sprinkled spices into the pot. He stirred the soup round and round. As he stirred, he hummed a little tune.
അവസാനം എന്ത് ചെയ്തു, കുറച്ച് സ്പൈസസ് ഒക്കെ ഈ ഒരു പോട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. ദ ടേസ്റ്റി സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈസ് ദ സൂപ്പ് റെഡി? ഇത് റെഡി ആയോ എന്ന് ചോദിച്ചു. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. അത് നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ നല്ല എന്തുണ്ട്, ടേസ്റ്റും ഉണ്ടാവും. സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. ഇപ്പോൾ ഈ ഒരു സൂപ്പ് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ദി ഓൾഡ് വുമൺ ഹറീഡ് ടു ഗെറ്റ് ദ ഫ്യൂ ബൗൾസ്. ഓൾഡ് വുമൺ എന്ത് ചെയ്തു, കുറച്ച് ബൗളൊക്കെ എടുത്തു കൊണ്ടുവന്നു അത് സെർവ് ചെയ്യാനായിട്ട്. ദ യങ് ട്രാവലർ took the stone out of the pot, cleaned it and put it in his pocket. യങ് ട്രാവലർ എന്ത് ചെയ്തു, കുറച്ച് took the stone out of the pot, ആ പോട്ടിൽ നിന്ന് എന്ത് ചെയ്തു, സ്റ്റോണൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും അവരുടെ പോക്കറ്റിലേക്ക് ഇട്ടു. Then the traveler poured the soup into the bowls on the table. ആ ടേബിളിൻ്റെ മുകളിലുള്ള ബൗളുകളിലേക്ക് അതിങ്ങനെ സെർവ് ചെയ്യാൻ തുടങ്ങി. The villagers tasted the soup and exclaimed. Villagers എന്ത് ചെയ്തു, ആ സൂപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇറ്റ്സ് റിയലി ഡെലീഷ്യസ്. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണെന്ന് പറയില്ലേ നമ്മൾ, ടേസ്റ്റി ഫുഡാണ് ഇത്, ഡെലീഷ്യസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദ റിയലൈസേഷൻ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. റിയലൈസേഷൻ എന്താണ്? വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. ഞങ്ങൾക്കും ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. വെയർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? ആസ് ദ വില്ലേജർ ചോദിച്ചു, ഞങ്ങൾക്കും ഈ ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, ഈ ഒരു മാജിക് സ്റ്റോൺ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. ട്രാവലർ എന്ത് ചെയ്തു, ചിരിച്ചിട്ട് ആ സ്റ്റോൺ എടുത്തിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ഇത് ഒരു ഓർഡിനറി സ്റ്റോണാണ്, ഇതിന് മാജിക് സ്റ്റോൺ ഒന്നല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഓർഡിനറി സ്റ്റോണാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് യു ഓൾ. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഈ സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്? ഓൾ ദി യമ്മി വെജിറ്റബിൾസ് ആൻഡ് ദ ചിക്കൻ യു ഷെയർഡ്. അതായത് ഈ ഒരു നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും കൊണ്ടാണ് ഈ ഒരു സൂപ്പ് ഇത്രയും ടേസ്റ്റി ആയിട്ട് മാറിയത്. ദി വില്ലേജേഴ്സ് വെർ സർപ്രൈസ്ഡ്. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് ദേ ഷെയർ ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പം ഈ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ ഒരു സൂപ്പ് ഇത്രയും ടേസ്റ്റിയറായത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സൂപ്പ് കാരണം എന്തായി, ഈ വില്ലേജേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ ഒരു യങ് ട്രാവലറിന് കഴിഞ്ഞു. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്, ആ ഒരു ദിവസം മുതൽ എന്ത് ചെയ്തു, ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം അവർ അവരുടെ ഫുഡൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ ഒരു വില്ലേജ് ശരിക്കും ഒരു ഭയങ്കര ഒരു അൺഫ്രണ്ട്ലി വില്ലേജ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അൺഫ്രണ്ട്ലി വില്ലേജ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സഹകരണമില്ലാത്ത ഒരു വില്ലേജ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇവരെല്ലാവരും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മാജിക് സ്റ്റോൺ എന്നുള്ള ഒരു സ്റ്റോൺ സൂപ്പ് എന്നുള്ള ഒരു സ്റ്റോറിയുടെ ഒരു ഇതെന്ന് പറയാം, മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.